ഫുഡ് ടെക്നോളജിസ്റ്റുമാരാണ് ഒരു ഫുഡിനെ പ്രോസസ്സിംഗ് ചെയ്ത് അതിനെ നമ്മൾ മാർക്കറ്റിംഗിലേക്ക് എത്തുന്ന വരെ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ചെയ്യുന്നത് ഫുഡ് ടെക്നോളജിസ്റ്റ്. ഫുഡ് ടെക്നോളജി പഠിക്കുന്ന സ്റ്റുഡൻസിനും എനിക്ക് തോന്നുന്നില്ല കംപ്ലീറ്റ് ആയിട്ട് എന്താണ് CFSO, അവരുടെ ജോബ് റോൾ എന്താണെന്നൊന്നും കറക്റ്റ് ആയിട്ട് അറിയാൻ ചാൻസ് ഉണ്ടാവില്ല. കുട്ടികൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്കാണ് നേരെ ബേസിക്സ് ഇല്ലാതെ ഇവര് നേരെ അങ്ങ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഫണ്ടമെന്റൽസ് ക്ലിയർ ആവാനും ബേസിക്സും കോൺസെപ്റ്റ്സ് ഒക്കെ ഒന്ന് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫുഡ് സയൻസിന്റെ ശ്രീലക്ഷ്മി എന്ന് പറയുന്ന ഒരു ഓതറുടെ ഒരു ബുക്കുണ്ട്. ഇപ്പം കണ്ടുവരുന്ന ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് യൂട്ടിലൈസ് ചെയ്യാതെ, കാരണം ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് ആരും തയ്യാറല്ല. അപ്പൊ നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ അത് യൂട്ടിലൈസ് ചെയ്യാതെ എല്ലാവരും ഒരു പ്രൈവറ്റ് ജോബിലേക്ക് പോവാണ്. പക്ഷെ ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള PSC നടത്തിവരുന്ന ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാം കഴിഞ്ഞു. ഇനി എന്ത് എന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക് എല്ലാ സ്റ്റുഡൻസിന്റെയും മൈൻഡിലുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്കായുള്ള ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ ആയിട്ടാണ്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഫുഡ് ടെക്നോളജിസ്റ്റും ഫുഡ് ടെക്നോളജി അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള, അതേപോലെ ഇപ്പോൾ കറന്റ്ലി PhD ചെയ്യുന്ന അക്ഷയ മിസ് ആണ്. മിസ്സേ, വെൽക്കം ടു ഏണസ്റ്റ് അക്കാഡമി. താങ്ക് യു സോ മച്ച് സന്ധ്യ. മിസ് ഈ ഫീൽഡിലേക്ക് എത്തപ്പെട്ടത് എങ്ങനെയാണ്? മിസ്സിന്റെ ജേണി ഒന്ന് പറയാമോ? ഞാൻ 9 years ബിഫോർ ആണ് BSc എടുത്തത്. BSc കെമിസ്ട്രി ആയിരുന്നു. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം ആ ഒരു സമയത്താണ് നമുക്ക് ഫുഡ് ടെക്നോളജി എന്ന് പറയുന്ന കോഴ്സ്, അത് ഇന്ത്യൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് ആയിരുന്നില്ല. പക്ഷെ അത് ഇന്ത്യയിലോട്ടും പിന്നെ അവിടെ നിന്ന് കേരളത്തിലോട്ടും ഫ്ലറിഷ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. കാരണം നമ്മൾ ഇതിന്റെ പ്രിൻസിപ്പിൾസ് ഒക്കെ എടുത്തിരുന്നത് ഫുഡ് ടെക്നോളജി എന്ന് പറഞ്ഞ് ആസ് സച്ച് ഒരു സബ്ജക്റ്റ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾസ് എടുത്തിട്ടുള്ള ഒരു വിഷയമൊന്നുമല്ല ഇത് ബയോ കെമിസ്ട്രിയിൽ നിന്നും ന്യൂട്രീഷനിൽ നിന്നും അങ്ങനെ പല ഡിഫറെന്റ് ആയിട്ടുള്ള കോഴ്സുകളിൽ നിന്ന് എടുത്തിട്ടുള്ള അതിൽ നിന്നുള്ള പ്രിൻസിപ്പിൾസ് യൂസ് ചെയ്തുകൊണ്ട് ഉണ്ടായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ഫുഡ് ടെക്നോളജി. അപ്പം ഞാൻ എൻ്റെയൊക്കെ ഉള്ള ഒരു സമയത്ത് അത്രയും ഫ്ലറിഷ് ആയിട്ടില്ല, നമ്മുടെ നാട്ടിലൊന്നും എത്തിയിട്ടില്ല. പക്ഷെ ആ സമയത്താണ് നമ്മുടെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് CFTRI, NIFTM, IFPT പോലെയുള്ള കുറച്ചും കൂടെ നല്ല നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നാഷണൽ ലെവലായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ആ സമയത്ത് ഈ കോഴ്സ് കൊണ്ടുവന്നു. അതേപോലെ ഇതിന് ഭയങ്കര സ്കോപ്പാണ്, ഇതിന്റെ ജോലി സാധ്യതകളുണ്ട് എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് എടുത്തതാണ്. പിന്നെ അതിനേക്കാൾ ഉപരി എനിക്ക് തോന്നിയൊരു കാര്യം, നമുക്ക് പബ്ലിക്കിലേക്ക് എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യുക, അല്ലെങ്കിൽ പബ്ലിക്കിലേക്ക് അവരുടെ ഹെൽത്ത് അവയർനെസ് ആയിട്ട് ഒന്ന് പാഷനേറ്റ് ചെയ്തിട്ട്, ബിക്കോസ് ഫുഡ് ടെക്നോളജിസ്റ്റുമാരാണ് ഒരു ഫുഡിനെ പ്രോസസ്സിംഗ് ചെയ്ത് അതിനെ നമ്മൾ മാർക്കറ്റിംഗിലേക്ക് എത്തുന്ന വരെ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ചെയ്യുന്നത് ഫുഡ് ടെക്നോളജിസ്റ്റ് ആണ്. നമ്മളത് കൺസ്യൂം ചെയ്യുന്നത് വഴി ആ കൺസ്യൂമറിന് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളത് അഷ്യൂർ ചെയ്യുന്നത് നമ്മുടെ ഒരു ജോബ് റോൾ ആയിട്ടാണ് വരുന്നത്. അപ്പം അങ്ങനെ പാഷനേറ്റ് ആയിട്ടാണ് കെമിസ്ട്രിയിൽ നിന്ന് പിന്നെ നേരെ ഫുഡ് ടെക്നോളജി എടുക്കാനായിട്ട് ഇടയായത്. ഫുഡ് ടെക്നോളജി സ്റ്റുഡൻസിനായിട്ടുള്ള കേരള PSC നടത്തുന്ന FSOയുടെ എക്സാം കഴിഞ്ഞു. അപ്പോൾ ഇനി ആ വിദ്യാർത്ഥികളുടെ മുന്നിലുള്ള അവസരങ്ങൾ എന്തെല്ലാമാണ്? അവസരങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക് റീസെൻ്റ് ആയിട്ട് കൺഫർമേഷൻ ഡേറ്റ് വന്നിരിക്കുന്നത് ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 ആണ്. അതേപോലെ തന്നെ നമ്മൾ ഈ വർഷം വെയിറ്റ് ചെയ്തിരിക്കുന്ന CFSOന്റെ എക്സാം നോട്ടിഫിക്കേഷൻ ഇതുവരെ ഔട്ടായിട്ടില്ല, പക്ഷെ എക്സാം ഉണ്ടാവും ഈ വർഷം തന്നെ. ഇതാണ് നമുക്ക് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഗവൺമെന്റ് ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക്, അല്ലെങ്കിൽ ഇപ്പം കണ്ടുവരുന്ന ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് യൂട്ടിലൈസ് ചെയ്യാതെ, കാരണം ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് ആരും തയ്യാറല്ല. അപ്പം നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ അത് യൂട്ടിലൈസ് ചെയ്യാതെ എല്ലാവരും ഒരു പ്രൈവറ്റ് ജോബിലേക്ക് പോവാണ്. പക്ഷെ ഇപ്പം ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 ആണെങ്കിലും അതേപോലെ CFSO ആണെങ്കിലും നമ്മൾ ഫുഡ് ടെക്നോളജി സ്റ്റുഡൻസിന് അവരുടെ ജോബ് റോൾ എന്താണെങ്കിലും അത് വളരെ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാൻ ചാൻസ് ഉള്ള 2 ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് വന്നിരിക്കുന്നത്. ഇത് കൂടാതെ തന്നെ ഇപ്പം റിസർച്ച് അസിസ്റ്റന്റ് ആയിട്ട് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിളിക്കുന്നുണ്ട്. ഇപ്പം CFTRI, NIFTM, IFPT പോലെയുള്ള ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് റിസർച്ച് അസിസ്റ്റന്റ് പോസ്റ്റുകൾ വിളിക്കുന്നുണ്ട്. അതേപോലെ കോഴ്സ് കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ നമുക്ക് ഇൻഡസ്ട്രീസിനകത്ത്, ഇപ്പം ഇതൊന്നും താല്പര്യമില്ലാത്തവർക്കാണെങ്കിൽ ഇൻഡസ്ട്രീസിനകത്തും അത് ഓൾവേസ് അവൈലബിൾ ആയിരിക്കും. നമുക്ക് QA/QC എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ് ഇപ്പം നമ്മുടെ കേരളത്തിനകത്ത് വരുന്നത്. അപ്പോൾ ആ പോസ്റ്റുകൾ എന്തായാലും ഉണ്ടാവും. പക്ഷെ ഇപ്പം ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട 2 എക്സാമിനേഷൻസ് എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡും അതേപോലെ CFSO ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. CFSO എക്സാമിനെ പറ്റി കൂടുതലൊന്ന് പറയാമോ? അതിന്റെ പ്രാധാന്യവും അതിന്റെ ഒരു സ്ട്രക്ചറും അതിന് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളോട് അതിന്റെ തയ്യാറെടുപ്പൊക്കെ എങ്ങനെ കൊണ്ടുപോകണം എന്നൊക്കെ ഒന്ന് പറയാമോ? ഇപ്പം ഫുഡ് ടെക്നോളജി പഠിക്കുന്ന സ്റ്റുഡൻസിനും എനിക്ക് തോന്നുന്നില്ല കംപ്ലീറ്റ് ആയിട്ട് എന്താണ് CFSO, അവരുടെ ജോബ് റോൾ എന്താണെന്നൊന്നും കറക്റ്റായിട്ട് അറിയാൻ ചാൻസ് ഉണ്ടാവില്ല. CFSO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ഡയറക്റ്റ് ആയിട്ട് റിക്രൂട്ട്മെന്റ് ചെയ്ത് ഫുഡ് സേഫ്റ്റി ഓഫീസർമാരെ എടുക്കുന്നതാണ് നമ്മളെ CFSO എന്ന് പറയുന്നത്. സെൻട്രൽ ഫുഡ് സേഫ്റ്റി ഓഫീസറാണ്.
അപ്പം ഇതിനകത്തുള്ള ജോബ് റോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ, അതായത് സാമ്പിൾ കളക്ഷൻ, നമ്മൾ പല ലാബ്സിൽ നിന്നും അല്ലെങ്കിൽ പല പ്ലേസസിൽ നിന്നുമുള്ള സാമ്പിൾസ് നമ്മുടെ ലാബിലേക്ക് കൊടുന്ന കാൻഡിഡേറ്റ്സ്, അത് ലൈക്ക് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ, അവിടെ അപ്പോയിൻറ്റ്മെന്റ് ചെയ്തിട്ടുള്ള ആൾക്കാർ അവരത് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നു, സാമ്പിൾ ടെസ്റ്റിംഗ് ചെയ്യുന്നു. അതേപോലെ എന്തെങ്കിലും റിപ്പോർട്ട് വയലേഷൻസ്, ഓരോരോ ഇൻഡസ്ട്രീസ്, FSSAIക്ക് ഒരുപാട് റൂൾസും റെഗുലേഷൻസ് ഉണ്ട്. ഒരു ഇൻഡസ്ട്രി റൺ ചെയ്യണമെങ്കിൽ FSSAIയുടെ ഒരുപാട് റൂൾസും റെഗുലേഷൻസും ലോസും ഫോളോ ചെയ്യണം. അപ്പം ആ ഒരു റെഗുലേറ്ററി ഫ്രെയിം വർക്ക് കൊണ്ടുവരുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ നമ്മുടെ CFSO ആൾക്കാരാണ്. അതേപോലെ നോംസ്, റെഗുലേറ്ററി നോംസ് കൊണ്ടുവരുന്നത്, ഇൻഡസ്ട്രി നോംസ് കൊണ്ടുവരുന്നതൊക്കെ നമ്മുടെ CFSO കഴിഞ്ഞവരാണ്. ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പബ്ലിക്കിന്റെ ഹെൽത്തിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഇറങ്ങിച്ചെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ജോബ് കാറ്റഗറിയാണ് ശരിക്കും ഈ CFSO എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ ഗ്രൗണ്ട് ലെവൽ ഓഫീസേഴ്സാണ്, അതായത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷേ നമ്മളാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഒരു പ്രൊഡക്റ്റിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഒരു ഇൻഡസ്ട്രി ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് ആ CFSOക്കാരാണ് കൂടുതലായിട്ട് ഡിറ്റർമൈൻ ചെയ്യുന്നത്. പിന്നെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെപ്പോഴും ജോബിൻ്റെ ഒരു സ്റ്റെബിലിറ്റി നമ്മളെല്ലാവരും നോക്കുന്നതാണ് അല്ലേ. നമ്മുടെ പ്രൊഫഷണൽ കരിയർ, നമ്മുടെ ഗ്രോത്തിനേക്കാൾ ഉപരി നമ്മുടെ ജോബ് സ്റ്റെബിലിറ്റി അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതൊരു സെൻട്രൽ ഗവൺമെൻറ് എക്സാമിനേഷൻ ആയതുകൊണ്ട് തന്നെ ജോബിൻ്റെ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് 100% അഷ്വർ ചെയ്യാൻ പറ്റും. പിന്നീട് ഇതിനകത്ത് വരുന്നത് കരിയർ ഗ്രോത്ത്. നമുക്ക് ഒരുപാട് അഡ്വാൻസ്മെൻറ്റ് എന്താണ് FSSAI കൊണ്ടുവരുന്നത്, FSSAI ആയിട്ട് വളരെയധികം ബന്ധമുള്ള കാരണം അപ്ഡേഷൻസ് എല്ലാം നമ്മൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. അതെല്ലാം കാൻഡിഡേറ്റ്സ് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. എന്തൊക്കെ ഫുഡിനകത്തുള്ള ചേഞ്ചസും കാര്യങ്ങളും കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഭയങ്കരമായിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും. അതാണ് ഈ CFSOൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. സെൻട്രൽ നമുക്ക് ഒരു സ്റ്റേറ്റിൽ മാത്രം ഒതുങ്ങിക്കൂടല്ല, ഒരു നേഷൻ വൈഡിനകത്ത് എന്തൊക്കെയാണ് ഫുഡ് ഇൻഡസ്ട്രീസിനകത്ത് നടക്കുന്നതിനുള്ള കംപ്ലീറ്റ് ഇൻഫോർമേഷൻ കൊടുക്കുന്നതും ആ റെഗുലേറ്ററി ഫ്രെയിം വർക്ക്സും നോംസും കൊണ്ടുവരുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ നമ്മുടെ CFSO ആൾക്കാരാണ്. അതാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ സ്റ്റുഡൻസിൻ്റെ ഇതിൻ്റെ ഒരു പ്രിപ്പറേഷൻ എങ്ങനെയാണ് എക്സാമിന് വേണ്ടിയിട്ട്? നമ്മൾ ഇതിൻ്റെ പ്രിപ്പറേഷൻ വൈസിലേക്ക് പോവുകയാണെങ്കിൽ ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എക്സാം പാറ്റേൺ തന്നെയാണ്. ഇപ്പോൾ തിയറി എക്സാമിനേഷൻസ് പഠിക്കുന്ന പോലെയെല്ലാം നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിന് കിടക്കുമ്പോൾ എല്ലാവർക്കും പൊതുവെയുള്ളൊരു ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CFSO എന്ന് പറയുമ്പോൾ അത്ര ടഫ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ അത് വേറൊരു സ്കീമായിട്ട് വേറൊരു രീതിയിലല്ലേ നടത്തുന്നത്. ഇപ്പോൾ UGC, NTA, NET അങ്ങനെയുള്ള, അതായത് ഭയങ്കര ഹൈപ്പ് ഇല്ലാത്തൊരു ഫുഡ് സേഫ്റ്റിയിലേക്ക് മാത്രം ഒതുങ്ങി ചെല്ലുന്ന ഒരു എക്സാമിനേഷൻ ആണ്, അല്ലെങ്കിൽ ഫുഡ് ടെക്നോളജിയിലേക്ക് മാത്രം ഒതുങ്ങി ചെല്ലുന്ന ഒരു എക്സാമിനേഷൻ ആണ്. അപ്പോൾ പൊതുവെ എല്ലാവർക്കും ഉള്ള ഒരു ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ ഈസി ആയിരിക്കും, അല്ലെങ്കിൽ ക്രാക്ക് ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. ഞാൻ ഫുഡ് ടെക്നോളജിയിൽ നിന്ന് പഠിച്ചു വന്നിട്ടുള്ള ഒരാളല്ലേ, അതുകൊണ്ട് എൻ്റെ ഉള്ള നോളജ് വെച്ചിട്ട് നമുക്കത് ക്വാളിഫൈഡ് ആക്കാം എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മാറ്റേണ്ട ഒരു കോൺസെപ്റ്റാണ്. കാരണം ഇതെന്ന് പറഞ്ഞാൽ 2 സ്റ്റേജസിലായിട്ടാണ് നമ്മൾക്ക് അതിൻ്റെ എക്സാമിനേഷൻ നടത്തുക. CBT 1 ഉം CBT 2. CBT എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റാണ്. അങ്ങനെ 2 കാറ്റഗറി, 2 ഡിവിഷൻസ് ആയിട്ടാണ് ഇതിൻ്റെ എക്സാമിനേഷൻസ് നടത്തുന്നത്. അതിൽ CBT 1 എന്ന് പറയുമ്പോൾ 120 ക്വസ്റ്റ്യൻസും ചോദിക്കും. അതേപോലെ തന്നെ 480 മാർക്സിന് അവിടെ നമുക്ക് വരുന്നത് ഒരു ആൻസറിന് 4 മാർക്സ് ആണ് നമുക്ക് കിട്ടുക. അതേപോലെ തന്നെ തെറ്റായിട്ടുള്ള ആൻസർ ആണെങ്കിൽ നമുക്ക് -1 ആണ് പോകുന്നത്. ഇനി CBT 2 എന്ന് പറയുന്നത് നമുക്ക് 80 ക്വസ്റ്റ്യൻസ് ആണ് അതിനകത്തുള്ളത്. അത് ക്വസ്റ്റ്യൻ്റെ ടോപ്പിക്കും ക്വസ്റ്റ്യൻ്റെ സെക്ഷൻ അനുസരിച്ചാണ് അതിലെ മാർക്ക് എന്ന് പറയുന്നത്. അതായത് ചില ക്വസ്റ്റ്യൻസിന് 2 മാർക്കായിരിക്കും കറക്റ്റ് ആവുകയാണെങ്കിൽ, ചിലതിന് 4 മാർക്കായിരിക്കും. അതേപോലെ നെഗറ്റീവ്സ് വരുവാണെങ്കിൽ -1 അല്ലെങ്കിൽ 0.5 എന്നുള്ള രീതിയിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇത് പൊതുവേ ഉള്ളൊരു പാറ്റേൺ മാത്രമാണ് ഞാൻ പറഞ്ഞത് CFSOൻ്റെ. പക്ഷെ കൂടുതലും നമ്മൾ ആദ്യമേ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യണം. അതായത് ഇപ്പോൾ ഫുഡ് ടെക്നോളജി പഠിച്ച സ്റ്റുഡൻസിന് മാത്രമല്ല നമുക്ക് ഈ ഒരു എക്സാമിനേഷൻ എഴുതാൻ പറ്റുക. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഓയിൽ ടെക്നോളജി, ഡയറി ടെക്നോളജി, ബയോ കെമിസ്ട്രി, മൈക്രോബയോളജി, വെറ്റിനറി സയൻസ്, ഓയിൽ ടെക്നോളജി. വെറ്റിനറി സയൻസ് ഈ ഇടയായിട്ടാണ് ആഡ് ചെയ്തത്. അതേപോലെ തന്നെ ഇങ്ങനെയുള്ള ക്വാളിഫിക്കേഷൻസ് ഇപ്പോൾ ഒരു റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു മെഡിസിൻ എടുത്തിട്ടുള്ള ഒരാൾക്കും നമുക്ക് ഈ ഒരു എക്സാം അപ്പിയർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബേസിക്സ് നമ്മൾ
നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. എന്താണ് അതിൻ്റെ നമ്മുടെ സിലബസ് എന്താണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് വേണം. ഏതൊക്കെ മൊഡ്യൂൾസ് ആണ് ഉള്ളത്. അതിൽ ഈ പറയുന്ന പോലെ ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ ഈ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 കൂടെ വരുന്ന കാരണം ഇതിന്റെ സിലബസ് ഏകദേശം ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഒരേ ഫേസിൽ തന്നെ നമുക്ക് അതിന്റെ പ്രിപ്പറേഷൻ കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് സിലബസ് എനിക്ക് തോന്നുന്നു വീഡിയോസ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. അതേപോലെ ഡയറക്റ്റ് FSSIയുടെ സൈറ്റിൽ നിന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ സിലബസ്, അവരുടെ വെയിറ്റേജ് കാര്യങ്ങളെല്ലാം നമുക്ക് കൊടുക്കുന്നുണ്ട്. അപ്പം ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സിലബസിനകത്ത് നല്ലപോലെ നോളജ് വേണം. ഏതൊക്കെ ടോപ്പിക്സിനകത്താണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുക എന്നുള്ളൊരു തറോ നോളജ് നമുക്ക് വേണം. അതിൽ ഒന്നാമതായിട്ട് പറയുകയാണെങ്കിൽ ഇതെല്ലാം നമ്മൾ റിലേറ്റ് ചെയ്തിരിക്കുന്നത് ഫുഡ് സേഫ്റ്റി അല്ലെങ്കിൽ ഫുഡ് ലോസിന് റിലേറ്റ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഫുഡ് ലോസ് ആൻഡ് ഫുഡ് സ്റ്റാൻഡേർഡ്സ്, ഫുഡ് സേഫ്റ്റി, ക്വാളിറ്റി ടെസ്റ്റിംഗ്, ഇതാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് CFSOന്റെ കാറ്റഗറിയിൽ. ബാക്കിയുള്ള കോഴ്സുകൾ, ബാക്കിയുള്ള ടോപ്പിക്സ്, ഇപ്പോൾ ഫുഡ് മൈക്രോബയോളജി ഉണ്ട്, ഫുഡ് കെമിസ്ട്രി ഉണ്ട്, അതേപോലെ തന്നെ അങ്ങനെ ഫുഡിന്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് GK വരുന്നുണ്ട് അതിനകത്ത്. അങ്ങനെ കുറച്ച് സിലബസും കാര്യങ്ങളും ടോപ്പിക്സും എല്ലാം സിലബസിനകത്ത് വരുന്നുണ്ടെങ്കിലും നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ ഫുഡ് സേഫ്റ്റീനെ പറ്റിയിട്ട്, ഫുഡ് ലോസിനെ പറ്റിയിട്ട്. ബിക്കോസ് CFSO ആൾക്കാരാണ്, അവരാണ് ഫ്രെയിം ചെയ്യുന്നത്. ലൈക്ക് ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ FSSI കൊടുത്തിട്ടുള്ള ലോ ആ ഇൻഡസ്ട്രി ഫോളോ ചെയ്യുന്നുള്ള കാര്യം എൻഷുർ ചെയ്യേണ്ട ആൾക്കാർ CFSO ആണ്. അപ്പൊ നമുക്ക് ഫുഡ് ലോസിനെ പറ്റിയിട്ട് തറോ നോളജ് വേണം. നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ആ ഫുഡ് ലോസ് കൂടുതലായിട്ട്, ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് കൂടുതലായിട്ട് നമുക്ക് പഠിക്കണം. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് സിലബസിനെ കുറിച്ച് കൂടുതലായിട്ടൊന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. പിന്നെയാണ് നമ്മൾ എക്സാം പാറ്റേണിലേക്ക് പോകേണ്ടത്. എക്സാം പാറ്റേൺ നേരത്തെ പറഞ്ഞ പോലെ 2 എക്സാം ഡിവിഷൻസ് ആയിട്ടാണ് നടത്തുന്നത്. ഒന്ന് CBT 1 ഉണ്ട്, ഒന്ന് CBT 2 ആയിട്ടാണ് നടത്തുന്നത്. അപ്പം അതിൽ 120 ക്വസ്റ്റ്യൻസും 80 ക്വസ്റ്റ്യൻസും 3 മണിക്കൂറാണ് ഡ്യൂറേഷൻ. CBT 1 ആണെങ്കിലും CBT 2 ആണെങ്കിലും 180 മിനിറ്റ്സ് ആണ്, അതായത് 3 hours ആണ് അതിന്റെ ഡ്യൂറേഷൻ ആയിട്ട് വരുന്നത്. ഈ CBT 1ലും CBT 2ലും സിലബസ് സെയിം ആണോ? CBT 1ലെ സിലബസ് പറയുകയാണെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ വരുന്നുണ്ട്, കമ്പ്യൂട്ടർ ലിറ്ററസി വരുന്നുണ്ട്, അതേപോലെ ജനറൽ നോളജ് വരുന്നുണ്ട്, ജനറൽ അവയർനെസ് വരുന്നുണ്ട്, ജനറൽ ആപ്റ്റിറ്റ്യൂഡ് വരുന്നുണ്ട്, റീസണിങ് വരുന്നുണ്ട്. ഈ കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ CBT 1-നകത്തേക്ക് വരുന്നത്. ജനറൽ എക്സാമിനേഷൻ. അതായത് ഈ CBT 1-നകത്ത് ഓൾറെഡി കുട്ടികൾ, അതായത് നമ്മൾ അപ്പിയർ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിനെ ഓൾമോസ്റ്റ് അതിനകത്തുനിന്ന് അവർ എലിമിനേഷൻ ചെയ്ത് കളയും. കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പം ലാസ്റ്റ് ഇയറിൽ 2021 നടന്ന എക്സാമിന്റെ കട്ട് ഓഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ 480 ആണ് ടോട്ടൽ മാർക്സ് നമുക്ക് CBT 1 വരുന്നത്. കട്ട് ഓഫ് വന്നിരിക്കുന്നത് 325 ആണ്. അപ്പോൾ അത്ര ഹൈ കട്ട് ഓഫ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത്ര ഹൈ കട്ട് ഓഫ് വരുമ്പോൾ നമുക്ക് വരുന്നൊരു ധാരണ എന്ന് പറഞ്ഞാൽ എക്സാം ഭയങ്കര ഈസി ആയിരിക്കും, അതിന്റെ പ്രിപ്പറേഷൻ ഒന്നും ആവശ്യമില്ല. ഇതാണ് ഒട്ടുമിക്ക കുട്ടികളുടെയും പ്രശ്നം എന്ന് പറയുന്നത്. അത് UG കഴിഞ്ഞതാണെങ്കിലും PG കഴിഞ്ഞ കുട്ടികളാണെങ്കിലും UG കഴിഞ്ഞവർക്ക് ഈ എക്സാമിന് അപ്പിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അവരുടെ ഒരു ധാരണ എന്ന് പറഞ്ഞാൽ ഇതാണ്, കട്ട് ഓഫ് ഇത്രയും കൂടുതലാണ്, അപ്പോൾ നമുക്ക് കാണുമ്പോൾ എക്സാം ലെവൽ അത്രയും ഈസി ആയിരിക്കും. അങ്ങനെയല്ല, അവർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിനകത്തുനിന്നൊരു ഏകദേശം ഒരു 80-70% ആൾക്കാരെ അവർ അതിനകത്ത് എലിമിനേറ്റ് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. ഇനി CBT 2ന്റെ കേസിൽ പറയുകയാണെങ്കിൽ അത് ഫങ്ഷണൽ നോളജ് ആണ്. അതായത് നമ്മുടെ കോറിലേക്ക് നമ്മൾ ഒതുങ്ങി ചെല്ലുവാണ്. ഫുഡ് ടെക്നോളജി കംപ്ലീറ്റ് ആയിട്ട് അതിലെ FSSIയുടെ എക്കോസിസ്റ്റം എന്താണ്, ജനറൽ സബ്ജക്ട്സ് ഒന്നും വരത്തില്ല. ജനറൽ സബ്ജക്ട് വരും, ജനറൽ അവയർനെസ് റിലേറ്റഡ് ടു ഫുഡ് ടെക്നോളജി, അങ്ങനെ വേണം നമുക്ക് പറയാനായിട്ട്. GK ഉണ്ട്, പക്ഷെ ഫുഡ് ടെക്നോളജിയിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യണം. അതായത് കറണ്ട് ആയിട്ട് FSSI എന്തൊക്കെ കാര്യങ്ങൾ കൊടുക്കുന്നു, എന്തൊക്കെയാണ് ഇനീഷ്യേറ്റീവ്സ്, കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ടു ഫുഡ് ടെക്നോളജി ആണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പൊ അതിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ ഇത് വന്നിരിക്കുന്നത് കട്ട് ഓഫ് വന്നിരിക്കുന്നത് 77 ആണ്. CBT 2 വന്നിരിക്കുന്നത്. അത് എനിക്ക് തോന്നുന്നു 280 മാർക്സിലാന്ന് തോന്നുന്നു അത് വരുന്നത്. അത് 77 ആണ് അതിലെ കട്ട് ഓഫ് വന്നിരിക്കുന്നത്. അപ്പൊ എന്ന് പറഞ്ഞാൽ ആ CBT 2 ആണ് ഏറ്റവും മോസ്റ്റ് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള എക്സാം എന്ന് പറയുന്നത്. അത് ക്വാളിഫൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സബ്ജക്റ്റിനെ പറ്റിയിട്ടും സബ്ജക്റ്റിനകത്തുള്ള ഓരോ ടോപ്പിക്സിനെ പറ്റിയിട്ടും തറോ നോളജ് ഇല്ലാതെ നമുക്ക് CBT 2 ക്വാളിഫൈഡ് ആക്കാനായിട്ട് പറ്റില്ല. അതാണ് CBT 1-ന്റെയും CBT 2-ന്റെയും. CBT 1 ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു നന്നായിട്ട് നമ്മളൊന്ന് എഫേർട്ട് എടുത്ത് പഠിക്കുകയാണെങ്കിൽ CBT 1 നമുക്ക് ക്വാളിഫൈഡ് ആവാം. പക്ഷെ CBT 2 നമുക്ക് അങ്ങനെ പറ്റില്ല. അതിന് ഡീപ്പ് ആയിട്ടുള്ള നോളജ് തന്നെ വേണം നമുക്ക് ഫുഡ് ടെക്നോളജിനെ പറ്റിയിട്ട്. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു എക്സാം പാറ്റേണും കാര്യങ്ങളും വരുന്നത്. മിസ് പറഞ്ഞ പോലെ നമ്മുടെ മുന്നിലുള്ളത് CFSOയും അതേപോലെ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2, അങ്ങനെ 2 എക്സാംസ് ആണ്. അപ്പൊ നമ്മൾ സ്റ്റുഡൻസ് ഈ 2 എക്സാംസിനും എങ്ങനെ അവർക്ക് ഒരുമിച്ച് തയ്യാറെടുക്കാം, അതിന്റെ സിലബസിലെ സാമ്യതകൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ? സിലബസിലെ സാമ്യതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഫുഡ് ടെക്നോളജി ബേസ് ചെയ്തിട്ട് വരുന്ന എക്സാമിനേഷൻസിനെല്ലാം ഒരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ്
ഫ്രെയിമുണ്ട് സിലബസിന്. അതായത് നമുക്ക് ഭയങ്കര ഒരു വൈഡ് അത്രയും ഡിഫറൻസ് ആയിട്ട് നമുക്ക് സിലബസ് എന്തായാലും വരില്ല. അപ്പോൾ നമുക്ക് ടെക്നിക്കൽ ഗ്രേഡ് 2 ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 സോറി, അതേപോലെ തന്നെ നമ്മൾ CFSO എടുത്ത് നോക്കിയാലും ഫുഡ് ടെക്നോളജി, ഫുഡ് മൈക്രോബയോളജി, അതേപോലെ തന്നെ പിന്നെ വരുന്നത് നമ്മുടെ ഫുഡ് ലോസ് വരുന്നുണ്ട്, ക്വാളിറ്റി ടെസ്റ്റിംഗ് വരുന്നുണ്ട്, ജനറൽ ആപ്റ്റിറ്റ്യൂഡ് രണ്ടിലും വരുന്നുണ്ട്. ഇതിൽ കുറച്ച് വ്യത്യാസം എന്ന് പറയാനുള്ളത് ഫുഡ് സേഫ്റ്റിക്കും ഫുഡ് ലോസിനും കുറച്ചും കൂടെ പ്രാധാന്യം കൂടുതലാണ് നമ്മുടെ CFSOനകത്ത്. സിലബസ് എന്ന് പറയുമ്പോൾ ഈ ടോപ്പിക്സ് കവർ ചെയ്യുന്നത് എല്ലാം രണ്ടിലും ഓൾമോസ്റ്റ് സെയിം ആണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഒരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിങ്ങനെ ഒരു ചെയിൻ ആയിട്ട് പോകാനായിട്ട് പറ്റും. നമുക്ക് സ്റ്റാർട്ടിങ് നമ്മൾ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 നമ്മൾ ഈ സിലബസ് അത് എക്സാമിൻ്റെ പാറ്റേൺ ഇത്തിരി വ്യത്യാസമുണ്ട്. ഇപ്പം ഇത് 100 മാർക്കിനാണെങ്കിൽ മറ്റേത് 2 സ്റ്റേജസിലായിട്ടാണ് നടത്തുന്നത്. ഇന്റർവ്യൂ ഇല്ലാതെയാണ് CFSOന്റെ എക്സാം നടത്തുന്നത്. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. CBT 1 CBT 2 ആയിട്ടാണ് നടത്തുന്നത്. പക്ഷെ നമ്മുടെ ടെക്നിക്കൽ അസിസ്റ്റന്റ് കേരള ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിന്റെ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 വരുമ്പോൾ 100 മാർക്കിനാണ് ചോദിക്കാം. അതിൽ നമ്മുടെ ഫുഡ് സേഫ്റ്റിക്കും അതേപോലെ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫുഡ് ക്വാളിറ്റിക്കും വെയിറ്റേജ് കൂടുതലാണ് മറ്റുള്ള വിഷയങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ, അതായത് മറ്റുള്ള ടോപ്പിക്സിനെ കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ നമുക്ക് CFSOനകത്ത് ആകെ കൂടെ വരുന്ന വ്യത്യാസം എന്ന് പറഞ്ഞാൽ FSSIയുടെ ഒരു ജനറൽ എക്കോസിസ്റ്റം, ലബോറട്ടറി എക്കോസിസ്റ്റം വരുന്നുണ്ട്. അതായത് ലാബിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ റെഗുലേഷൻസ് ആണ് FSSI ലബോറട്ടറി സ്കെയിലേക്ക് കൊടുത്തിരിക്കുന്നത്. അത് കാരണം നമ്മൾ കുറച്ചും കൂടി ജോബ് റോൾ കൂടുതലാണ് നമുക്ക് CFSOനകത്ത്. നമ്മുടെ പവർ മാത്രമല്ല, നമ്മൾ കുറച്ചും കൂടെ കൂടുതൽ ശ്രദ്ധിച്ച് വേണം നമ്മുടെ ജോബ് ചെയ്യാനായിട്ട്. ബിക്കോസ് നമ്മളൊരു നേഷൻ വൈഡിൽ നിന്ന് വരുന്ന സാമ്പിൾസിന്റെ കളക്ഷനും നേഷൻ വൈഡ് ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ് നമ്മൾ CFSOനകത്ത് ചെയ്യുന്നത്. അതുകൊണ്ട് പ്രിപ്പറേഷൻ വൈസ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു എക്സാമിന് പഠിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 ആണ് ആദ്യം വരുന്നത്, അതിന് നമ്മളൊരു ഡീപ്പായിട്ട് ഈ ടോപ്പിക്സ് വെച്ചിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 80% ഓഫ് പ്രിപ്പറേഷൻ അവിടെ തീർന്നു. ബാക്കി റിമൈനിങ് ചെയ്ത് നിൽക്കുന്നതാണ് നമുക്ക് CFSOന് വേണ്ടി വരുള്ളൂ. അപ്പോൾ സിലബസിനകത്ത് അത് ഫുഡ് ടെക്നോളജിയുടെ ഏത് എക്സാമിനേഷൻസ് ആണെങ്കിലും സിലബസിനകത്ത് ഭയങ്കര വലിയ ഹ്യൂജ് ഡിഫറൻസ് ഒന്നും നമുക്ക് സിലബസ് ഏകദേശം സെയിം ആണ്. എക്സാം ലെവലിലും എക്സാം പാറ്റേണിലും മാത്രമാണ് ഒരു വ്യത്യാസം വരുന്നത്. 2 സ്റ്റേജസ് ആയിട്ട് നടത്തണോ എന്ന് മാത്രം. പിന്നെ ക്വസ്റ്റ്യൻസിന് അതിൻ്റെതായിട്ടുള്ള കുറച്ച് വാരിയേഷൻസും വരും. മറ്റേത് ഒരു സെൻട്രൽ ലെവൽ ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ ആണ്, മറ്റേത് കേരള PSC എക്സാമിനേഷൻ ആണ്. ഞാൻ കുറച്ച് പറയല്ല, പക്ഷെങ്കിൽ നമ്മൾ കൂടുതൽ ഡീപ്പായിട്ട് നമുക്ക് ഏതിലേക്ക് വേണ്ടി വരും, CFSOയിലേക്ക് വേണ്ടി വരും. പക്ഷെ ഒരു ബേസിക് എന്നുള്ള രീതിയിൽ നമുക്ക് കൂടുതൽ ഓവറോൾ സ്ട്രക്ചർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 നിന്ന് പഠിച്ചു തുടങ്ങും കുട്ടികൾക്ക്. രണ്ടും ഡിഫറെന്റ് ആയിട്ടുള്ള സിലബസ് അല്ല രണ്ടിന്റെയും വരുന്നത്. നമ്മുടെ ഈ ഫുഡ് സേഫ്റ്റി എക്സാമിനായിട്ട് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ അവരുടെ പ്രിപ്പറേഷൻ ടൈമിൽ കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ വരുത്താറുണ്ട്. അപ്പം ആ മിസ്സിന്റെ ഒരു വ്യൂവില് എന്തൊക്കെ മിസ്റ്റേക്സ് ആണ് അവർ വരുത്തുന്നത്, അത് എങ്ങനെ ഒഴിവാക്കാൻ സാധിക്കും? അത് പൊതുവേ പറയുകയാണെങ്കിൽ ഈ ഫുഡ് ടെക്നോളജി കഴിഞ്ഞ കുട്ടികൾക്ക് ഇപ്പം നമുക്ക് ചാൻസസ് ഭയങ്കര കുറവായതുകൊണ്ട് തന്നെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് എഴുതിയിട്ടുള്ള ഒരു പരിചയം അവർക്ക് കുറവാണ്. എല്ലാ വർഷവും വിളിക്കുന്ന ഒരു എക്സാമിനേഷൻ അല്ല നമ്മുടെ ഒരു ലെവൽ ഓഫ് എക്സാം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു 4 ഇയേഴ്സിന് മുന്നേയുള്ള കുട്ടികളെല്ലാം 4 ഇയേഴ്സ് കഴിഞ്ഞിട്ട് എഴുതുക. ഇപ്പോൾ നമുക്ക് റെഗുലർ ആയിട്ട് എല്ലാ വർഷവും നെറ്റ് UGC ഒക്കെ പോലെ നമുക്ക് വിളിക്കുന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് അതിനൊരു ടച്ച് ഉണ്ടാവും. അപ്പം ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇതിൽ അവർക്ക് ആ പാറ്റേൺ അവർക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടാണ്. അതായത് ലാസ്റ്റ് ഇയറിൽ എങ്ങനെയാണ് എക്സാം നടന്നത്, ഇനി അടുത്ത് വരുന്ന ഒരു 4 വർഷം കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും എക്സാം വരിക. അപ്പൊ അത് നമുക്കാണെങ്കിൽ കൂടെ നമുക്ക് ആ പാറ്റേൺ ഒരിക്കലും പറയാൻ പറ്റില്ല, അവരത് മാറ്റോ ചേഞ്ച് ചെയ്യോ എന്നുള്ളത് പറയാൻ പറ്റില്ല. നമുക്ക് റെഗുലർ ആയിട്ട് ഒരു 6 മന്ത്സ് കൂടുമ്പോൾ 1 ഇയർ കൂടുമ്പോഴത്തേനും ഇപ്പോൾ ഒരു 2 ഇയേഴ്സ് കൂടുമ്പോഴത്തേനും ഒരു എക്സാം വന്നാലാണ് നമുക്ക് അതിന്റെ പാറ്റേൺ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കൂടുതലും കണ്ടുവന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടികൾ ഇത് തിയറി എക്സാമിനേഷൻ ആയിട്ട്, അതായത് അവരുടെ യൂണിവേഴ്സിറ്റി ലെവലായിട്ടുള്ള എക്സാമിനേഷന്റെ പോലെ പഠിക്കും. അവരൊരിക്കലും ഒരു കറക്റ്റ് ഓൺ ടു ദ പോയിന്റ് അല്ലെങ്കിൽ ഫോക്കസ് ചെയ്തിട്ട് പഠിക്കില്ല. തിയറിക്ക് പഠിക്കുന്ന പോലെ കുറേ പോയിന്റ്സ് അങ്ങനെ വാരി വലിച്ച് പഠിക്കും. അങ്ങനെ നമ്മൾ ഒരിക്കലും കോമ്പറ്റേറ്റീവ് എക്സാംസിന് പഠിക്കരുത്. കോമ്പറ്റേറ്റീവ് എക്സാംസിന് നമ്മൾ വളരെ ബ്രീഫായി നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്ത് പ്രിസൈസ് ആയിട്ട് പഠിച്ചാലാണ് നമുക്ക് അതിനെ ക്വാളിഫൈഡ് ആക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പാറ്റേൺ മനസ്സിലാക്കാതിരിക്കുക. അത് മനസ്സിലാക്കാനായിട്ട് അത് ആ ഐഡിയ അവർക്ക് കിട്ടാത്തത് ഈ ഒരു ഡ്രോബാക്ക് കാരണമാണ്. രണ്ടാമത്തെ ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ മോക്ക് ടെസ്റ്റുകൾ ചെയ്യാനായിട്ട് മടിയാണ് കുട്ടികൾക്ക്. കാരണം നമ്മൾ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻസ് ഇങ്ങനെ പാരഗ്രാഫ് പോലെ എഴുതി വെച്ച് പോവാണ്. അപ്പോൾ ഇവർക്കത് വായിക്കാനുള്ള ഒരു ക്ഷമയില്ല. ക്വസ്റ്റ്യൻ എന്താണ്, ഇത് ഞാൻ പഠിച്ചിട്ടുള്ളതാണോ, ഞാൻ ശരിക്കും പറഞ്ഞാൽ അവർ UGക്ക് പഠിച്ചിട്ടുള്ള പോർഷൻസിൽ നിന്ന് കുറച്ചും കൂടെ വൈഡ് ആക്കിയിട്ടാണ് ഈ 2 എക്സാമിനേഷൻസും വരുന്നത്. ഇൻ ഡെപ്തിൽ ഇത്തിരി നോളജ് വേണമെന്ന് മാത്രം. പക്ഷെ ആ ക്വസ്റ്റ്യൻസ് വായിക്കാനുള്ള ഒരു ക്ഷമയില്ല അവർക്ക്. അതിന്റെ ഓപ്ഷൻസ് എന്താണ്, ഇനി ഓപ്ഷൻസ് കണ്ടു കഴിഞ്ഞാൽ ആൻസർ എന്താണെന്ന് മാത്രം നോക്കിയിട്ട് പോകും. ബാക്കിയുള്ള ഓപ്ഷൻസ് അവർ അവിടെ തന്നെ ഇട്ടിട്ട് പോകും. അപ്പൊ മോക്ക് ടെസ്റ്റുകൾ റെഗുലർ ആയിട്ട്
കൃത്യമായിട്ട് ചെയ്യില്ല, പാറ്റേൺ മനസ്സിലാക്കില്ല. അതേപോലെ തന്നെ പിന്നെ വരുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോള്, അതായത് ഇപ്പം നമുക്ക് ഇത്രയും ഡേയ്സിനകത്ത് ഇത്രയും ടോപ്പിക്സ് നമുക്ക് കവർ ചെയ്ത് പോകണം എന്നുള്ള ഒരു എയിമോട് കൂടെ പഠിച്ചാലാണ് നമുക്ക് എക്സാമിനേഷൻസ് ക്വാളിഫൈഡ് ആകാൻ പറ്റുള്ളൂ. അപ്പം അവർ ആ ഒരു സ്റ്റഡി പ്ലാൻ ഒന്നും അവർ സെറ്റാക്കില്ല. അതൊക്കെ നമ്മൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസിന് തയ്യാറാക്കുമ്പോഴോ അല്ലെങ്കിൽ തയ്യാറെടുക്കുമ്പോഴോ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് ആണ്. നമ്മൾ ആദ്യമേ സിലബസ് എന്താണെന്ന് നോക്കി നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ തീരുമാനിച്ച് പാറ്റേൺ എന്താണെന്ന് മനസ്സിലാക്കി അതിനുശേഷം വർക്കൗട്ട് ചെയ്യാനിരിക്കണം. വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ടത് ഇങ്ങനെ തിയറി പോലെ പഠിച്ചു പോവാതെ നമ്മൾ ഓരോന്നും പ്രിസൈസായിട്ട് ഓൺ ടു ദ പോയിന്റിലേക്ക് നമ്മൾ പഠിച്ചു പോകണം. പിന്നെ മോക്ക് ടെസ്റ്റുകൾ എഴുതാൻ ഞാൻ ഈ പറഞ്ഞ പോലെ മടി കാണിക്കുവാണ്, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ എവിടെയെങ്കിലും ഒരു കോച്ചിങ്ങിന് ചേർന്നാലും തന്നെ അവർക്ക് ആ ഒരു കാര്യങ്ങൾ അവർ പറയുന്ന കുറച്ച് റൂൾസും റെഗുലേഷൻസും ഒക്കെ ഫോളോ ചെയ്യാൻ തന്നെ കുറച്ച് മടിയുള്ള രീതിയിലാണ് എനിക്ക് കണ്ടുവരുന്നത്, ഇപ്പോഴത്തെ ട്രെൻഡ് കണ്ടുവരുന്നത്. അപ്പം ഇതൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എക്സാം ക്വാളിഫൈഡ് ആകണം എന്നുള്ളൊരു വ്യൂ പോയിന്റിൽ തന്നെ കാര്യങ്ങൾ എടുത്ത് പഠിക്കുവാണെങ്കിൽ ഈ മിസ്റ്റേക്സ് ഒക്കെ അവഗണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എക്സാം ക്വാളിഫൈഡ് ആകാൻ പറ്റും. അതാണ് ഇപ്പോൾ കുട്ടികൾ ചെയ്യുന്ന ഒരു പ്രശ്നം അല്ലെങ്കിൽ മിസ്റ്റേക്സ് എന്ന് പറയുന്നത്. ആ എക്സാമിന്റെ ഇമ്പോർട്ടൻസ് ലെവൽ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് അവരൊരിക്കലും തയ്യാറാവുന്നില്ല. അപ്പോൾ മിസ്, നമ്മളിപ്പോൾ ഒരു സെൽഫ് സ്റ്റഡി ആണോ അതോ നമ്മളൊരു ഗൈഡൻസിൽ പഠിക്കുന്നതായിരിക്കുമോ ബെറ്റർ ആയിട്ട് വരുന്നത്? താൻ പാതി ദൈവം പാതി എന്നാണല്ലോ. അതിനകത്ത് നമ്മുടെ പാതി എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ഒരു സെൽഫ് പേസിലൂടെ നമ്മൾ പഠിക്കുവാണെങ്കിൽ തന്നെ ഒരു പോയിന്റ് എത്തുമ്പോൾ ഡീമോട്ടിവേറ്റഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. നമ്മളെപ്പോഴും നമ്മുടെ അപ്പുറത്തൊരു കോമ്പറ്റീഷൻ വരുമ്പോൾ, നമ്മളെ എത്ര കോമ്പറ്റീഷൻ ഇല്ല നമ്മളെല്ലാം അംഗീകരിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാലും നമ്മുടെ അപ്പുറത്തൊരു കോമ്പറ്റീഷൻ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ തന്നെ സ്വന്തമായിട്ട് അനലൈസ് ചെയ്യുന്ന ടൈമിലാണ് നമ്മൾ നമ്മുടെ വീക്ക്നെസ്സുകൾ നമ്മുടെ സ്ട്രെങ്ത്തും നമ്മൾ മനസ്സിലാക്കുള്ളൂ. അപ്പം നമ്മൾ ഒറ്റയ്ക്ക് പഠിക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്താന്ന് വെച്ചാൽ ഒരു പോയിന്റിൽ എത്തുമ്പോൾ നമുക്കത് ഭയങ്കര മടുപ്പായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പം അതോടൊപ്പം തന്നെ ഇപ്പം എനിക്ക് തോന്നുന്നു ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, നല്ല രീതിക്ക് റെക്കോർഡഡ് ക്ലാസ്സസും ലൈവ് ക്ലാസ്സസും ഒക്കെ കൊടുക്കുന്ന നല്ല നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്കുണ്ട്. അപ്പം അത് മാത്രമല്ല, മെന്റർഷിപ്പിനകത്ത് വലിയൊരു കാര്യമാണ്. നമ്മൾ എപ്പോഴെങ്കിലും ഒന്ന് ഡിമോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കുവാണെങ്കിൽ നമ്മുടെ ഫാക്കൾട്ടീസ് നല്ല സപ്പോർട്ടുള്ള മെന്റേഴ്സ് ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നല്ലപോലെ മോട്ടിവേറ്റഡ് ആയിട്ട് കുട്ടികൾക്ക് പഠിക്കാൻ പറ്റും. അതേപോലെ നമ്മൾ സ്വന്തമായിട്ട് പഠിക്കുമ്പോൾ നമ്മൾ എത്തിപ്പെടാൻ പറ്റാത്ത പോയിന്റ്സുകൾ, നമ്മൾ എത്തിപ്പെടാൻ പറ്റാത്ത മേഖലകളോ അല്ലെങ്കിൽ ടോപ്പിക്സോ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഒരു മെന്റർഷിപ്പിന്റെ അസിസ്റ്റൻസിലുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു, എനിക്ക് കുറച്ച് അങ്ങനെയാണ് കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്തിരിക്കുന്നത്. നമ്മുടെ കൂടെ നമുക്കിത് പറഞ്ഞു തരാൻ ഇന്ന ഒരു പോർഷൻ നമുക്ക് നോക്കണം അല്ലെങ്കിൽ ഈ ഒരു ഏരിയ നമ്മൾ കവർ ചെയ്യണം എന്നുള്ളത് ആരെങ്കിലും ഒരാൾ പറഞ്ഞു തരാൻ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് പോകും. അപ്പം അതിനുവേണ്ടി ആ ഒരു മോട്ടിവേഷൻ മാത്രമല്ല, പിന്നെ മോക്ക് ടെസ്റ്റുകൾ. ഇപ്പം നമ്മളൊരു കോച്ചിങ് ഒരു പാർട്ട്നേഴ്സിനെ എടുത്ത് പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണം എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടേതായിട്ടുള്ള റൂൾസും റെഗുലേഷൻസ് ഉണ്ടാവും ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്. അപ്പം നമ്മൾ നിർബന്ധിതമായിട്ടാണെങ്കിലും അത് ഫോളോ ചെയ്യേണ്ടി വരുവാണ്. അപ്പം നമ്മൾ അത് കയറി അപ്പം മോക്ക് ടെസ്റ്റുകളും അതേപോലെ തന്നെ അവരുടെ ഒരു മോഡൽ ടെസ്റ്റുകളും അതേപോലെ ക്വസ്റ്റ്യൻസ് ആയിട്ട് കൂടുതൽ, പിന്നെ ക്ഷമ, അതാണ് ഏറ്റവും വലിയൊരു കാര്യം. നമ്മൾ ക്ലാസ്സിൽ ഇരുന്ന് അത് കേട്ട് നമ്മൾ അബ്സോർബ് ചെയ്യുന്ന പോലെയല്ല, നമ്മൾ കുറേ ഇരുന്ന് വായിച്ച് നമുക്ക് കിട്ടുന്നേക്കാളും ഡബിൾ എഫക്റ്റ് ആണ് ശരിക്കും നമ്മൾക്ക് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൂടെ വരുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനി അങ്ങനെ എല്ലാത്ത കുട്ടികളും ഉണ്ട്, അതായത് ഞാൻ സ്വന്തമായിട്ട് ഇത് പഠിച്ചെടുത്തോളാം എന്നുള്ളവരും ഉണ്ട്. പക്ഷെ ഞാനിപ്പോഴും പറയുന്നത് പറ്റുന്നവരാണെങ്കിൽ നല്ല ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജോയിൻ ചെയ്തിട്ട് കോച്ചിങ്ങോട് കൂടെ പഠിച്ചു കഴിഞ്ഞാൽ കൂടുതൽ എഫക്റ്റീവ് ആയിട്ട്, കാരണം അവരുടെ മോക്ക് ടെസ്റ്റുകളും അവരുടെ മോഡൽ ടെസ്റ്റുകളൊക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു അസസ്മെന്റ് കിട്ടും. മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്തില്ലെങ്കിൽ എൻ്റെ പൊസിഷൻ എവിടെയാണ്, ഞാൻ എവിടെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്. ഞാൻ പറയുന്നത് അതൊരു ജലസ് ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ അല്ല പറയുന്നത്, പക്ഷെ എൻ്റെ ഒരു ലെവൽ, എൻ്റെ ഒരു സ്ട്രെങ്ത് എവിടെയാണ്, ഞാൻ എവിടെയാണ് നിൽക്കുന്നത്, എവിടെ എൻ്റെ ഭാഗം, എൻ്റെ പോയിന്റ്, ലൈക്ക് എൻ്റെ വീക്ക്നെസ് എവിടെ ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ എപ്പോഴും നല്ലത് ഒരു നല്ല മെന്റേഴ്സ് ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ മോട്ടിവേറ്റഡ് ആയിക്കൊണ്ട് തന്നെ നമുക്ക് എക്സാം വരെ പഠിക്കാനായിട്ട് പറ്റും എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. നമ്മുടെ ഈ CFSO എക്സാംസ് ഇപ്പോൾ റെഗുലർലി വിളിക്കാറില്ല എന്ന് മിസ് പറഞ്ഞു. അപ്പോൾ വിളിക്കുന്ന സമയത്ത് ഒരു ഹ്യൂജ് വേക്കൻസീസ് ഒക്കെ വരാറുണ്ടോ? ഇപ്പം CFSO എന്ന് പറയുമ്പോൾ മറ്റുള്ള എക്സാമിനേഷനിൽ നിന്ന് അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ CFSOന്റെ ഒപ്പം തന്നെ നമുക്ക് നിൽക്കുന്ന വേറൊരു കാറ്റഗറിയും കൂടിയുണ്ട്, ടെക്നിക്കൽ ഓഫീസർ എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെയും എക്സാമിനേഷൻ നമുക്ക് വിളിക്കാറുണ്ട് FSSI. പക്ഷേ അതിനകത്ത് ഡിഗ്രി എന്ന് പറയുന്നത് മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ്. നമ്മുടെ കെമിസ്ട്രി അതേപോലെ തന്നെ ഫുഡ് ടെക്നോളജിയിൽ PG എടുത്തവർക്കാണ് ആ എക്സാമിനേഷൻ എഴുതാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ സിലബസിനകത്ത് വ്യത്യാസമില്ല, രണ്ടും സെയിം സിലബസ് തന്നെയായിട്ടാണ്, എക്സാം പാറ്റേണും സിമിലർ ആയിട്ട് തന്നെയാണ് വരുന്നത്. ഇപ്പോൾ മിസ് പറഞ്ഞു നമ്മുടെ CFSO എക്സാം വിളിക്കുന്നത് റെഗുലർലി അല്ലെന്ന് പറഞ്ഞു. അതായത് ഇപ്പോൾ നമ്മൾ വിളിക്കുന്ന സമയത്ത് ഒരുപാട് വേക്കൻസികൾ ഉണ്ടാവാറുണ്ടോ അതോ ചെറിയ നമ്പർ ഓഫ് വേക്കൻസീസേ കാണാറുള്ളൂ?
ഇപ്പൊ ലാസ്റ്റ് ഇയർ നമുക്ക് 2021 CFSOന്റെ എക്സാമിനേഷൻ നടന്നത്. അപ്പൊ അതിനകത്ത് നമുക്ക് ഈ CFSO എക്സാമിനേഷനൊപ്പം തന്നെ വേറൊരു പോസ്റ്റും കൂടെ ഉണ്ട്, ടെക്നിക്കൽ ഓഫീസർ എന്ന് പറഞ്ഞിട്ട്. രണ്ടും സെയിം അല്ല, രണ്ടും ഡിഫറെന്റ് എക്സാം ആയിട്ടാണ് നടത്താറ്. അപ്പൊ അതില് ക്രൈറ്റീരിയ, അതായത് എലിജിബിലിറ്റി ക്രൈറ്റീരിയക്കും വ്യത്യാസമുണ്ട്. ടൈമിലായിരിക്കും വിളിക്കുന്നത്? ഒരേ ടൈം അത് നമുക്ക് പറയാൻ പറ്റില്ല, വേക്കൻസി അവൈലബിൾ അനുസരിച്ചിട്ടാണ് അത് വിളിക്കുന്നത്. അതിനകത്ത് ഈ പറഞ്ഞ പോലെ തന്നെ MSc ഫുഡ് ടെക്നോളജി അല്ലെങ്കിൽ MSc കെമിസ്ട്രി കഴിഞ്ഞവർക്ക്, PG കഴിഞ്ഞവർക്ക് മാത്രമാണ് നമ്മുടെ ടെക്നിക്കൽ ഓഫീസർ എക്സാമിനേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ CFSOന് അങ്ങനെയില്ല, നമുക്കത് ഡിഗ്രി കഴിഞ്ഞവർക്ക് CFSOന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ 2021 നടന്നിട്ടുള്ളതാണെങ്കിൽ ടെക്നിക്കൽ ഓഫീസർ 127 നിയർ പോസ്റ്റും അതേപോലെ തന്നെ ഓൾമോസ്റ്റ് ഒരു 33 പോസ്റ്റാണ് നമുക്ക് CFSOന് വിളിച്ചിരിക്കുന്നത്. പക്ഷെ സെൻട്രൽ എക്സാമിനേഷൻസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വേക്കൻസീസ് എത്രയാണോ ഈ 4 ഇയേഴ്സിനകത്ത് എന്തൊക്കെ റിമൈനിങ് വേക്കൻസീസ് ആണോ ഫില്ല് ആവാനുള്ളത്, ആ എല്ലാ വേക്കൻസീസും ഫിക്സഡ് ആയിട്ടാണ് നമുക്ക് സെൻട്രൽ എക്സാമിനേഷൻസിന് വരുന്നത്. പക്ഷെ നമുക്ക് PSCക്ക് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല ആ സമയത്ത് എത്ര വേക്കൻസി ഉണ്ട്, അല്ലെങ്കിൽ അത് ഇനി പിന്നീടുള്ള ഒരു ലിസ്റ്റിലേക്കാണോ വിളിക്കുന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ സെൻട്രൽ എക്സാമിനേഷൻസിന് നമുക്ക് വരുമ്പോൾ ഫിക്സഡ് ആയിട്ടുള്ള വേക്കൻസീസ് ഉണ്ടാവും. അപ്പം ഈ വർഷത്തെ വേക്കൻസീസ് എത്ര ഉണ്ടാവും എന്നുള്ളത് നമുക്ക് നോട്ടിഫിക്കേഷനും കാര്യങ്ങളും വരുമ്പോഴാണ് പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഈ 4 വർഷം റിമൈനിങ് ആയിട്ട് നിൽക്കുന്ന എല്ലാ വേക്കൻസീസും അവർ ഈ ഒരു എക്സാമിനേഷൻസിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കും. അങ്ങനെയാണ് വേക്കൻസിയുടെ കാര്യം പറയുകയാണെങ്കിൽ വരിക. ഫുഡ് സേഫ്റ്റി എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്കായിട്ട് അക്ഷയ മിസ് സജസ്റ്റ് ചെയ്യുന്ന റെഫറൻസ് മെറ്റീരിയൽസ് എന്തൊക്കെയായിരിക്കും? ഇപ്പം നമുക്ക് ഇതിന്റെ ഡിഗ്രി, അതായത് എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് CFSOനായാലും ബാക്കി ടെക്നിക്കൽ അസിസ്റ്റന്റ് ആണെങ്കിലും നമുക്ക് കെമിസ്ട്രി കഴിഞ്ഞ കുട്ടികൾക്കും അതേപോലെ തന്നെ PG ഡിപ്ലോമ കഴിഞ്ഞ കുട്ടികൾക്ക്, അതേപോലെ CFSOന്റെ ഒക്കെ നോക്കുകയാണെങ്കിൽ കൂടുതലായിട്ടും ഓയിൽ ടെക്നോളജി, മൈക്രോബയോളജി, അങ്ങനെ ഫുഡ് ടെക്നോളജിയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് സ്ട്രീംസിലെ കുട്ടികൾക്ക് വരുന്നുണ്ട്, അതായത് എലിജിബിലിറ്റി ക്രൈറ്റീരിയ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക് നമുക്ക് ഫുഡ് ടെക്നോളജിയുടെ ഒരു ഫണ്ടമെന്റൽ അറിയണം, എപ്പോഴും ഒരു ബേസ് എന്താണെന്ന് അറിയണം. അത് നേരത്തെ സന്ധി ചോദിച്ച പോലെ തന്നെ അവർ ചെയ്യുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ബേസും ഫണ്ടമെന്റൽസും അവരുടെ ക്ലിയർ ആക്കില്ല. അവർ നേരെ പോകുന്നത് ക്വസ്റ്റ്യൻസ് എല്ലാം, അതായത് നമ്മുടെ MCQs ആണെങ്കിലും PYQs ആണെങ്കിലും എല്ലാവരും പറയുമല്ലോ, PYQs കുറെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എക്സാം പെട്ടെന്ന് ക്രാക്ക് ആക്കാൻ പറ്റും, MCQ പഠിച്ചു പോയാൽ മതി, പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് കിട്ടും, അങ്ങനെയാണ് എല്ലാവരും പറയാ. ചിലപ്പോൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും അങ്ങനെ പറയാ, പക്ഷെ അവർക്ക് ഓൾറെഡി ഒരു നോളജ് ഉണ്ട്, ഒരു ബേസ് ഉണ്ട്, അതുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്. അപ്പൊ കുട്ടികൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്കാണ് നേരെ ബേസിക്സ് ഇല്ലാതെ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ ക്ലിയർ ആക്കാതെ ഇവര് നേരെ അങ്ങ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതിന്റെ ഫണ്ടമെന്റൽസ് ക്ലിയർ ആക്കുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഫണ്ടമെന്റൽസ് ക്ലിയർ ആവാനും ബേസിക്സും കോൺസെപ്റ്റ്സും ഒക്കെ ഒന്ന് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫുഡ് സയൻസിന്റെ ശ്രീലക്ഷ്മി എന്ന് പറയുന്ന ഒരു ഓതറുടെ ഒരു ബുക്കുണ്ട്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ബുക്കാണ് അത്. നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ബേസിക്സ് എന്താണെന്ന് നമുക്ക് ഒരു കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്തിട്ടുള്ള ഒരു ബുക്കാണ്. അതുകൊണ്ട് എന്നാൽ വലിയ ഇൻഡെപ്തിലുള്ള നോളജ് അല്ല, അതെന്താണ് ഇന്ന പോർഷൻ നമ്മൾ പഠിക്കുമ്പോൾ അതെന്താണ് എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാൻ അത് മനസ്സിലാക്കാൻ പറ്റും. കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫുഡ് ടെക്നോളജി മാത്രമല്ല ബാക്കിയുള്ള കുട്ടികൾക്കും കൂടെ വളരെ ഈസി ആയിട്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഓരോ ടോപ്പിക്കും ഓരോ സബ്ജക്റ്റും ഓരോ മൊഡ്യൂൾസും നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിന് പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകൾ നമുക്കുണ്ട്. ഇപ്പോൾ ഫുഡ് മൈക്രോബയോളജിക്ക് പറയുകയാണെങ്കിൽ ഫ്രേസിയറിന്റെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഇപ്പോഴും ഒരു ഡിക്ഷണറി പോലെയായിട്ട് നമ്മൾ കൊണ്ടു നടക്കുന്നത് ഫുഡ് സയൻസ് പോട്ടർ എന്ന് പറഞ്ഞിട്ട് ഒരു ഓതറിന്റെ ബുക്കുണ്ട്. അതേപോലെ ഫുഡ് അനാലിസിസ് നോക്കുകയാണെങ്കിൽ സൂസന്നയുടെ ഒരു ബുക്കുണ്ട്. പക്ഷെ ഇതൊക്കെ കുറച്ചും കൂടെ, അതായത് നമ്മൾ ബേസ് ക്ലിയർ ആയതിനു ശേഷം മാത്രം നമ്മൾ പോകേണ്ട ടെക്സ്റ്റ് ബുക്കുകളാണ്. പിന്നെ നമ്മൾ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഇപ്പോൾ നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് അവർ തരുന്ന സ്റ്റഡി മെറ്റീരിയൽസും കൂടെ നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ കംപ്ലീറ്റ് ആയിട്ട് അവർ തരുന്ന സ്റ്റഡി മെറ്റീരിയൽസ് മാത്രമായിട്ട് ഇരിക്കണം എന്ന് ഞാൻ പറയില്ല. കാരണം അതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത്. കാരണം അത് നമ്മൾ എന്ത് കോഴ്സ് ആണെങ്കിലും എന്താണെങ്കിലും നമ്മുടെ ഭാഗത്തു നിന്ന് കുറച്ച് ഇൻപുട്ട് നമുക്ക് കൊടുക്കണം. അതായത് ഇതേപോലെയുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകൾ, അതേപോലെ നിങ്ങൾക്ക് MCQs കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒബ്ജക്റ്റീവ് ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്കുണ്ട്. അത് ഓൾമോസ്റ്റ് MCQs മാത്രമുള്ള ഒരു ബുക്കാണ്. അതേപോലെ ഓരോ ടോപ്പിക്കിനും ഇപ്പൊ ഫുഡ് സേഫ്റ്റി നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിന്റെ MCQs ഉള്ള ടെക്സ്റ്റ് ബുക്കുകളുണ്ട്. അതുപോലെ ഗുപ്ത ഇവരുടെയൊക്കെ എഡിഷനിലുള്ള കുറച്ച് പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള നല്ല ടെക്സ്റ്റ് ബുക്സ് ഉണ്ട്. അപ്പൊ ഇതിൽ ഞാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ശ്രീലക്ഷ്മിയുടെ ടെക്സ്റ്റ് ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ പോട്ടറിന്റെ ഒരു ബുക്കുണ്ട് നമുക്ക് ഫുഡ് സയൻസ് എന്ന് പറഞ്ഞിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കാണ്. ഈ ശ്രീലക്ഷ്മിയുടെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലെവലാണ്. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ ഡെപ്തിലേക്കുള്ള ഒരു നോളജിന് നമുക്ക് ഈ ബുക്സ് ഒക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ
നമുക്ക് എല്ലാം നമ്മുടെ വിരലിന്റെ തുമ്പത്ത് അവൈലബിൾ ആണ്. നമ്മൾ ഒരുപാട് സ്ക്രീൻ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്, ഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് അതിൽ തന്നെ ഒരുപാട് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇപ്പം FSSAIയുടെ റൂൾസും റെഗുലേഷൻസും അറിയണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫുഡിനകത്ത് എന്തെങ്കിലും ഒരു അഡൾട്രന്റ് ആഡ് ചെയ്തു അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയണമെങ്കിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വെബ്സൈറ്റുകൾ മാത്രം എടുക്കുക. അതായത് ഒഫീഷ്യൽ വെബ്സൈറ്റുകൾ എടുക്കുക. FSSAIയുടെ വെബ്സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ ഫുഡ് അഡൾട്രേഷൻസ് ആണ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവരുടെ ലോഞ്ച് ചെയ്തിട്ടുള്ള ഫുഡ് ലോസ് എന്താണെന്നുള്ളത് എല്ലാം ഒരു PDF രൂപത്തിൽ അവരുടെ സൈറ്റിൽ കിടപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് റെഫർ ചെയ്ത് പോയി കഴിഞ്ഞാൽ എലോങ് വിത്ത് ദാറ്റ് നമ്മുടെ കോച്ചിങ് മെറ്റീരിയൽസ്, നമ്മൾ എന്തെങ്കിലുമൊക്കെ അഡീഷണൽ ആയിട്ട് നമുക്ക് കിട്ടുന്ന മെറ്റീരിയൽസും കൂടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ഇത് ഈ ടെക്സ്റ്റ് മാത്രം മതി നമ്മുടെ റെഫറൻസുകളായിട്ട് നമുക്ക് എക്സാമിനേഷൻസിന് ആവശ്യമായിട്ട് വരുന്നത്. ഈ എക്സാമിന് തയ്യാറെടുക്കുന്ന സ്റ്റുഡൻസിനോട് മിസ്സിന് എന്ത് അഡ്വൈസ് ആണ് കൊടുക്കാനുള്ളത്? അവർക്ക് എന്ത് മോട്ടിവേഷൻ ആണ് അവരുടെ പ്രിപ്പറേഷനിൽ കൊടുക്കാൻ പറ്റുന്നത്? മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് എല്ലാം നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നോക്കുക. ഇപ്പോൾ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 കേരള PSCയുടെ മാത്രമല്ല CFSOയും നമുക്ക് ഈ ഇയറിൽ തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യും. ഒരിക്കലും നമ്മൾ എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷൻ ഔട്ടായിട്ട് അതിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതൊക്കെ സെൻട്രൽ ലെവലുള്ള എക്സാമിനേഷൻസ് ആണ്. ക്രാക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഡിഗ്രി പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ ഓൾറെഡി അവരൊരു ടച്ചിൽ ഇങ്ങനെ നിൽക്കുമായിരിക്കും. അവർ തിയറിറ്റിക്കൽ എക്സാമിനേഷൻസും പ്രാക്ടിക്കൽ എക്സാമിനേഷൻസും ഒക്കെ എഴുതി നല്ല നോളജബിൾ ആയിട്ട് നിൽക്കുന്ന ഈ സമയമാണ്. അതോടൊപ്പം തന്നെ മോട്ടിവേറ്റഡ് ആയിട്ട് നല്ലൊരു എയിം കൊടുത്തിട്ട് ഈ ഒരു വന്ന ഓപ്പർച്യൂണിറ്റി നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മളതിന് പ്രിപ്പറേഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ മോട്ടിവേഷൻ ആണ് ഏറ്റവും വലിയ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം. മോട്ടിവേറ്റഡ് ആയിരിക്കാം നമ്മളൊരു എക്സാമിനെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. അതേപോലെ വേക്കൻസീസിനെ കുറിച്ചിട്ട് നമുക്ക് കുറേ ആശങ്കകൾ വരും. അതേപോലെ ഇത് പഠിച്ചാൽ എനിക്ക് കിട്ടുമോ എന്നുള്ള കുറേ ഡൗട്ടുകൾ വരും. ഇത് എന്നെ കൊണ്ട് പറ്റുമോ? ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ BSc കെമിസ്ട്രി അതേപോലെ മറ്റുള്ള ഡിഗ്രി ഉള്ള കുട്ടികൾക്കും ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും, അപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. ഫുഡ് ടെക്നോളജി കഴിഞ്ഞ കുട്ടികൾക്ക് മാത്രമല്ല, MSc കെമിസ്ട്രി അതേപോലെ ബാക്കിയുള്ള സ്ട്രീംസ് അഗ്രികൾച്ചർ അങ്ങനെയുള്ള കുട്ടികൾക്കും ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം അവർക്കും ഒരു പേടിയാണ്, ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് വന്നിരിക്കുന്നത്, പക്ഷെ നമ്മളെ കൊണ്ട് ഇത് സാധിക്കുമോ എന്നുള്ളൊരു ഭയമാണ്, സിലബസ് കവർ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളൊരു ഭയമാണ്. അപ്പൊ ആ ഒരു ഫിയർ എന്ന് പറയുന്നത് അപ്പാടെ എടുത്ത് മാറ്റിവെക്കാം. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും മാക്സിമം ദ ബെസ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നു അതിൽ 10% നമ്മുടെ ഇൻപുട്ട് കൊടുത്ത് ചെയ്താലാണ് നമുക്ക് അതിൽ നിന്ന് നല്ലൊരു ഔട്ട്പുട്ട് കിട്ടുള്ളൂ. അതേപോലെ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കാം. നിങ്ങളിപ്പോൾ ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നില്ല എന്ന് പറഞ്ഞു. നമ്മൾ സൈറ്റുകൾ, ഒഫീഷ്യൽ വെബ്സൈറ്റുകൾ, FSSAIയുടെ FCA പോലുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റുകൾ നമ്മൾ ചെക്ക് ചെയ്യുക. എക്സാംസ് ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് പ്രോപ്പറായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. മോട്ടിവേറ്റഡ് ആയിട്ട് തന്നെ പ്രിപ്പറേഷൻസ് നടന്നു പോട്ടെ. ഒപ്പം നല്ല നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ ജോയിൻ ചെയ്ത് നല്ല രീതിയിൽ നമ്മൾ പഠിച്ച് ഈ കിട്ടുന്ന അവസരങ്ങൾ, എനിക്കിപ്പോൾ CFSO എന്ന് പറയുമ്പോൾ ഒരു ഫുഡ് ടെക്നോളജി ടീച്ചർ ആയിരുന്നു, അല്ലെങ്കിൽ എനിക്കും കുറേ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. എനിക്ക് പറയാനുള്ളത് കേരളത്തിൽ നിന്ന് തന്നെ ഉള്ള കുട്ടികൾക്ക് ഏറ്റവും ടോപ്പ് മോസ്റ്റ് റാങ്ക് ലെവലിൽ നിൽക്കാൻ സാധിക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള പ്രിപ്പറേഷൻസ് എല്ലാവരും അത്രയും വലിയൊരു അവസരമാണ് അവരുടെ മുന്നിൽ. അത്രയും വലിയൊരു അവസരമാണ് നമുക്ക് വന്നിരിക്കുന്നത്. കാരണം ഇപ്പോൾ ഒരു 4 years ഗ്യാപ്പിന് ശേഷമാണ് നമുക്ക് CFSO വിളിക്കുന്നത്. അതാണ് പറഞ്ഞത്, കുറെ കൺഫ്യൂഷൻസ് ആണ് ഇപ്പോഴും. നോട്ടിഫിക്കേഷൻ വരാത്ത കാരണം എത്ര വേക്കൻസീസ്, ഇനി ഇതിപ്പോ എന്നത്തേക്ക് എക്സാം ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാവരും പറയപ്പെടുന്ന നോട്ടിഫിക്കേഷൻ അടുത്ത് തന്നെ വരും. ഇപ്പൊ 2021 നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് നവംബർ ആ ഒരു സമയത്ത്, അതായത് ഡിസംബറിലായിരുന്നു എക്സാമിനേഷൻ, നവംബർ ഒക്ടോബർ ആ സമയത്താണ് നമുക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ പുറത്ത് ഔട്ടായി. അതേപോലെ ഒരു ലിമിറ്റഡ് ടൈമാണ് അവർ വെച്ചത്. അതിനകത്ത് എക്സാം നടത്തി അവർ റിസൾട്ട് പബ്ലിക്കേഷൻ ചെയ്തു. അപ്പൊ നമ്മൾ ആ ഒരു ഇയർ എൻഡിങ്ങിലെ ഒരു ജേർണിയിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ ഇയറിന്റെ സ്റ്റാർട്ടിങ്ങിലെ നമുക്ക് പ്രിപ്പറേഷൻ വേണം. കാരണം എക്സാമിനേഷൻ പാറ്റേൺ എന്ന് പറയുന്നത് എങ്ങനെയാണോ നമ്മുടെ UGC അല്ലെങ്കിൽ നമ്മുടെ NT എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത്, ഇപ്പോൾ ഒരുപാട് PGയിലേക്കുള്ള എക്സാമിനേഷൻസ് നമ്മുടെ NTA നടത്തുന്നുണ്ട്. അതേപോലെ കുറെ ICR, ASRB അങ്ങനെ കുറെ എക്സാമിനേഷൻസ് അവരിപ്പോൾ കമ്പൈൻ ചെയ്ത് നടത്തുന്നുണ്ട്. അപ്പൊ അതേ ലെവലിൽ അതേ ഇമ്പോർട്ടൻസിൽ തന്നെ നമ്മൾ പ്രിസൈസ് ആയി ഓൺ ടു ദ പോയിന്റ് ആയി നോട്ട്സ് എല്ലാം വെച്ച് റിവിഷന് വേണ്ടി ടൈം ചെയ്ത്, അതേപോലെ തന്നെ സ്റ്റഡി പ്ലാൻ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സിലബസ് മനസ്സിലാക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ നല്ലൊരു സ്റ്റഡി പ്ലാൻ നമ്മൾ വെച്ചിട്ട് വേണം നമ്മൾ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് നോക്കേണ്ടത്. അപ്പോൾ എപ്പോഴും ആ ഒരു ഭയം മാറ്റി വെച്ച് നല്ല രീതിക്ക് തന്നെ നമ്മൾ പ്രിപ്പറേഷൻ ചെയ്യാം. മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുക, ഒരു കോൺഫിഡൻസിൽ എനിക്കിത് കിട്ടും എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ പ്രിപ്പറേഷൻ ചെയ്യുക. അതേപോലെ ഒരു വാശിയോടുകൂടെ പഠിക്കാം. ഇത് എന്തായാലും എനിക്കുള്ളതാണ്, കാരണം ഇനി ഒരു വേക്കൻസി എനിക്ക്
വരണമെങ്കിൽ ഇനി ഒരു 4 years കഴിയും. അപ്പോഴത്തേനും പാറ്റേണും കാര്യങ്ങളും എന്താകുമെന്നൊന്നും നമുക്ക് അറിയില്ല. പിന്നെ നമ്മുടെ സിറ്റുവേഷൻസും എന്താ, നമുക്ക് എക്സാം എഴുതാൻ പറ്റും, അങ്ങനെ കുറെ പ്രശ്നങ്ങളും നമുക്ക് ഇടയിൽ വരും. അപ്പൊ ഈ വന്ന ഒരു അവസരം വളരെ നല്ല രീതിയിൽ തന്നെ വിനിയോഗിക്കാനായിട്ട് ഞാൻ എല്ലാവരോടും പറയാണ്. ഫുഡ് ടെക്നോളജി എക്സാമുകളെ കുറിച്ചുള്ള നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ബാക്കി അപ്ഡേറ്റ്സ് നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇത്രയും നേരം നമുക്ക് വേണ്ടിയിട്ട് ഇത്രയും വാല്യുബിൾ ടൈം സ്പെൻഡ് ചെയ്ത അക്ഷയ മിസ്സിന് താങ്ക് യു സോ മച്ച്. താങ്ക് യു. നമുക്ക് പുതിയൊരു സെഷനുമായി വീണ്ടും കാണാം. എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസിനും ഓൾ ദി ബെസ്റ്റ്.